ഹലോ, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാരുടെയും ഏറ്റവും പ്രിയപ്പെട്ടൊരു ചെടിയാണ് നമ്മുടെ ക്രിസാന്തമം അഥവാ നമ്മുടെ ജമന്തി എന്നൊക്കെ പറയുന്ന ഈ ചെടി. അപ്പോൾ ഇത് നമുക്ക് രണ്ട് രീതിയിൽ വളർത്തിയെടുക്കാം. ഒന്ന്, കമ്പ് മുറിച്ച് നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാം. അതുപോലെ അരി പാകിയും അല്ലെങ്കിൽ വിത്ത് പാകിയൊക്കെ നമുക്കിത് മുളപ്പിച്ചെടുക്കാൻ പറ്റും. ഇതിൻ്റെ പൂക്കളാണ് എല്ലാ കാലത്തും എല്ലാവരുടെയും ഇഷ്ടം. കാരണം നമ്മൾ ഗാർഡനിൽ അറ്റ്ലീസ്റ്റ് ഒരു ചെടിയേ ഉള്ളെങ്കിലും അത് നിറയെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാൻ ഒത്തിരി ഭംഗിയല്ലേ. ഈ ക്രിസാന്തമത്തിന് വേറൊരു പേര് കൂടിയുണ്ട് കേട്ടോ. ഗ്ലോറി ഓഫ് ദ ഈസ്റ്റ് എന്നാണ് ഇതിൻ്റെ മറ്റൊരു പേര്. ഇത് മിക്കവരും നമ്മൾ ഇന്ത്യയിലാണെങ്കിലും പുറത്തുള്ള കൺട്രീസിലാണെങ്കിലും എല്ലായിടത്തും കാണപ്പെടുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ പല നിറത്തിലുണ്ട്. വൈറ്റ്, അതുപോലെ പർപ്പിള്, മഞ്ഞ, അങ്ങനെ ഒരുപാട് നിറത്തിലുള്ള ക്രിസാന്തമംസ് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകതയെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല പൂക്കളും അതുപോലെ തന്നെ ഇത് നമുക്ക് ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഇതിൻ്റെ പൂക്കൾ നല്ല രീതിയിൽ ഉണങ്ങിക്കഴിയുമ്പോൾ അതിൻ്റെ സീഡ്സ് നമുക്ക് എടുക്കാൻ പറ്റും. ഇതിൻ്റെ കമ്പ് ഞാൻ കാണിച്ചു തരാം. വളരെ കനം കുറഞ്ഞ ഒരു കമ്പ് മതി. ഇത് കണ്ടോ, ഈ ഒരു കമ്പ് മതി നമുക്ക് തൈയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇതെങ്ങനെയാണ് കമ്പ് നമ്മൾ മുളപ്പിച്ചെടുക്കുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിൽ കാണിക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് കിളിപ്പിക്കുന്നത്. ഞാനിപ്പോൾ ഒരു ചെറിയൊരു കമ്പ് മുറിച്ച് വെച്ചത് വേര് പിടിപ്പിച്ചെടുത്തത്. ഇത് കണ്ടോ, വളരെ ചെറിയൊരു കമ്പാണ്. ഇത് ഞാൻ മുറിച്ച് വെച്ചതാണ്. ഇത് കണ്ടോ, ഒരു പുതിയൊരു തൈയാണ്. ഇത് നിറയെ മുട്ടുകളും പൂക്കളുമായിട്ട് വേര് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. നല്ല രീതിയിൽ വേരും വന്നിട്ടുണ്ട്. ഈ രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇതൊക്കെ നമ്മൾ വെള്ളം നല്ലതുപോലെ കൊടുത്തില്ല എങ്കിൽ ഉണങ്ങിപ്പോകും. കാരണം ഒരുപാട് വരൾച്ചയൊന്നും പ്രതിരോധിക്കാനുള്ളൊരു ശക്തി നമ്മുടെ ഈ ക്രിസാന്തമത്തിന് ഇല്ല. അതുകൊണ്ട് തന്നെ നല്ല പോലെ വെള്ളം കൊടുക്കണം. അതായത് ഒരുപാട് വരൾച്ചയുള്ള പ്രദേശത്തൊന്നും കൊണ്ടുവയ്ക്കരുത്. ഒരുപാട് സൺലൈറ്റ് വേണ്ട. എങ്കിൽ നല്ല രാവിലത്തെ ഒരു 12 മണി വരെയൊക്കെയുള്ള വെയിൽ മതി ഈ ചെടിക്ക്. അത് കഴിഞ്ഞുള്ള കൊടും ചൂടിനെ പ്രതിരോധിക്കാനുള്ളൊരു കഴിവ് ഇതിനില്ല. നല്ല വെയിലുണ്ടെങ്കിലേ ഇത് നല്ലതുപോലെ പൂക്കത്തുള്ളൂ. അതൊരു ഇതാണ്. റോസ് ചെടികൾ ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ ക്രിസാന്തമവും നിറയെ പേര് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് കമ്പ് മുറിച്ച് മുളപ്പിച്ചെടുക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ വിത്ത് പാകിയും. ഇതിൻ്റെ വിത്ത് ഞാൻ കാണിച്ചു തരാം. നല്ലതുപോലെ ഇതിൻ്റെ പൂ ഉണങ്ങണം കേട്ടോ. അപ്പോൾ പൂ ഉണങ്ങുക എന്ന് വെച്ചാൽ അതിൻ്റെ ഇതളുകളെല്ലാം നല്ല ഡ്രൈ ആയിട്ട്, ഇത് കണ്ടോ, അതിൻ്റെ ഇതളുകൾ നല്ലപോലെ ഉണങ്ങിയ ശേഷം മാത്രമേ എടുക്കൂ. ഇതിൻ്റെ വിത്ത് ഇതേപോലെ ഇരിക്കും. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഈ പിക്ചർ ഞാൻ കാണിച്ചു അതേപോലെ ഇരിക്കും. ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ സീഡ്സ് പാകിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കിളിപ്പിച്ചെടുക്കാൻ പറ്റും. ഇത് കണ്ടോ, ഒരുപാട് കളർ വെറൈറ്റീസ് ഉണ്ട് ഇതിൻ്റെ. പർപ്പിള്, വൈറ്റ്, പിങ്ക്, അങ്ങനെ മഞ്ഞ, അങ്ങനെ ഒരുപാട് കളേഴ്സ് ഉണ്ട്. ഇതാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകത. ഈ ചെടി ഇഷ്ടമുള്ളവരെല്ലാവരും താഴെ കമൻറ്റ് ചെയ്യുക. ഇത് ഞാൻ നോക്കിയെടുത്തോളം ഇത് മിക്കപ്പോഴും ഇത് പൂക്കാറുണ്ട്. അത് ഓഗസ്റ്റ് മുതൽ അങ്ങോട്ട് സെപ്റ്റംബർ മിക്ക മാസങ്ങളിൽ ഇത് പൂക്കാറുണ്ട്. അതുപോലെ തന്നെ ഫെബ്രുവരി വരെ, ഓഗസ്റ്റ് മുതൽ ഫെബ്രുവരി വരെ ഇത് പൂക്കുന്നതെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ജൂൺ ജൂലൈയിലൊക്കെ നമുക്കിത് വിത്ത് പാകാൻ പറ്റിയ ഒരു സമയമാണ് കേട്ടോ. ആ സമയത്ത് നമ്മൾ പാകുവാണെങ്കിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മുതലൊക്കെ നമുക്ക് ഈ ചെടി പൂത്ത് നമുക്ക് വരുന്നത് കാണാൻ സാധിക്കും. അതായത് ഒരു 5-6 മണിക്കൂർ സൺലൈറ്റ് കിട്ടുന്ന ഒരു പ്രദേശത്ത് വേണം നമ്മൾ ഈ ഒരു ക്രിസാന്തമം വെക്കാൻ വേണ്ടിയിട്ട്. അത് രാവിലത്തെ വെയിലാണ് ഏറ്റവും നല്ലത്. കണ്ടോ, പിന്നെ നമ്മൾ ട്രിം ചെയ്തൊക്കെ നിർത്തുവാണെങ്കിൽ നമുക്ക് ഒത്തിരി പൊക്കം വെക്കാതെ നല്ല ഷോർട്ടായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. പിന്നെ നല്ല ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള സോയിൽ വേണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു 19 ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ പൂക്കാൻ ഇത് സഹായിക്കും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതിന് ഒരുപാട് ഇൻസെക്ട്സ് വന്ന് ഇതിനെ അറ്റാക്ക് ചെയ്യാറുണ്ട്. അതുപോലെ വെള്ളീച്ചയുടെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ആഴ്ചയിൽ 1 എന്ന രീതിയിൽ നമുക്ക് നീം ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഒത്തിരി നല്ലതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് താങ്ക് യു. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ഫ്രണ്ട്സ്. ബൈ ബൈ, സീ യു.